നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തലിന് ഉപാധികളോടെ ജാമ്യം. 4000 കോടി രൂപയുടെ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചുള്ള സമരത്തിനില്ല, മുഖ്യമന്ത്രിയുടെ ക്ഷണം നിരസിക്കാൻ UDF. രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം നൽകാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു, രാജ്മോഹൻ ഉണ്ണിത്താൻ. വാർത്തകൾ വിശദമായി. പ്രതിഷേധ സമര കേസുകളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം. ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ കെട്ടിവെക്കുക, 6 ആഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുക എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സെക്രട്ടേറിയറ്റിലേക്കും DGP ഓഫീസിലേക്കും നടന്ന പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസുകളിലെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. രാഹുലാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും പറഞ്ഞു. പിരിഞ്ഞുപോയ പ്രവർത്തകരെ തിരിച്ചു വിളിച്ചു, അറസ്റ്റിലായവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. രാഹുലിനെതിരായ കേസ് കെട്ടിച്ചമച്ചതായിരുന്നു എന്ന് പ്രതിഭാഗത്തിന്റെ വാദം. ഡിസംബർ 20 നടന്ന സംഭവത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് ജനുവരി 9 അറസ്റ്റിന് ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത്. ന്യൂറോ പ്രശ്നങ്ങളുണ്ടെന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ റിപ്പോർട്ടുണ്ട്. രാഹുലിനെ പരിശോധിച്ച സർക്കാർ ഡോക്ടർ ഇത് പരിശോധിച്ചിട്ടില്ല. രാഹുൽ അക്രമം നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല എന്നും പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇന്ന് സൗഭാഗ്യ ദിനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഭാഗ്യം ലഭിച്ചു. തൃപ്രയാറിലെ രാമക്ഷേത്രത്തിലും ദർശനം നടത്താൻ സൗഭാഗ്യമുണ്ടായി. കേരളത്തിന്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കുവാനും അവസരം കിട്ടിയെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ പൂർത്തിയാക്കിയ 4000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാലയിലെ പുതിയ ട്രൈഡോക്ക്, അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണിശാല എന്നിവയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ട് ടെർമിനലുമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. എല്ലാ കേരളീയർക്കും എൻ്റെ നല്ല നമസ്കാരം എന്നു മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം തുടങ്ങിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ ഷിപ്പിംഗ് മേഖലയിൽ ഉണ്ടായ വൻ കുതിച്ചുചാട്ടമാണ് ഇതെന്നും ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പരിഷ്കരണ നടപടികൾ കാരണം തുറമുഖ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടായി. തൊഴിലവസരങ്ങൾ ഉയർന്നു. പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമായതോടെ ചരക്കു കപ്പലുകൾക്ക് കാത്തു കെട്ടിക്കിടക്കേണ്ട സാഹചര്യം ഒഴിവായി. പദ്ധതികൾ ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസനത്തിന് കുതിപ്പാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ ഒന്നിച്ചുള്ള സമരത്തിനില്ല എന്ന് UDF. യോജിച്ചുള്ള സമരാണികളുടെ മനോവീര്യം തകർക്കുമെന്നും വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ ക്ഷണം UDF നിരസിക്കും. അടുത്ത UDF യോഗം വിഷയം ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവും ഉപനേതാവും സർക്കാരിനെ തീരുമാനം അറിയിക്കും. യോജിച്ചുള്ള സമരം വേണ്ട എന്ന് കോൺഗ്രസിലും ധാരണയുണ്ട്. കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ അടുത്ത മാസം 8 ഇടതുമുന്നണി സമരം. ഡൽഹിയിലെ സമരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും MP മാരും സമരത്തിന്റെ ഭാഗമാകും. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും മുഴുവൻ സംസ്ഥാനങ്ങളെയും ക്ഷണിക്കും. കേന്ദ്ര അവഗണന ചൂണ്ടിക്കാട്ടി BJP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും ഇടതുമുന്നണി നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് ചൂണ്ടിക്കാട്ടി വലിയ പ്രക്ഷോഭത്തിനാണ് ഇടതുമുന്നണി തയ്യാറെടുത്തിരിക്കുന്നത്. VS സർക്കാരിന്റെ കാലത്ത് നടത്തിയതുപോലെ രാജ്യ തലസ്ഥാനത്തെത്തി സമരം നടത്തുകയാണ് മുന്നണി. രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം നൽകാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പിണറായിയുടെ ഭാവം കണ്ടാൽ മുസോളിനിയും ഹിറ്റ്ലറും നാണിച്ചു പോകും. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇനി ഉറക്കമില്ലാത്ത സമര പരമ്പരകൾക്ക് കോൺഗ്രസ് ഒരുക്കുമെന്നും വ്യക്തമാക്കി. എനിക്ക് ശേഷം ഇനിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ട എന്ന വാശിയാണ് പിണറായി വിജയൻ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ താൻ ഉൾപ്പെടാത്തതിൽ പരാതിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരും ഗുരുവായൂരും എല്ലാം BJPയുടെ അജണ്ടയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം ഉള്ളി തൊലിച്ചതുപോലെയാകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു. അറസ്റ്റിലായി 8ാം ദിവസത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം ലഭിച്ചത്. ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ കെട്ടിവെക്കുക, 6 ആഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുക എന്നീ ഉപാധികളോടെയാണ് ജാമ്യം.